അങ്ങനെ അതും ഇതേ പോയി ഇതാ വന്നെന്ന് പറഞ്ഞ മാതിരി കെട്ടിയെടുത്ത് എല്ലാം ഇങ്ങോട്ട് വന്നിക്ക്. ഈ പോക്ക് ആ കുരിപ്പിനെ കാണാനുള്ള പോക്ക് മാത്രമാണ്. പക്ഷെ അതിനു മുന്നേ നമ്മൾ വയറ് നിറയ്ക്കാനുള്ള പ്ലാൻ ആയിരുന്നു. നേരെ ഒരു കഫേയിലേക്കാണ് പോയത്. ഞാൻ ഈ കഫേയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ എന്ത് പറയാ, എൻ്റെ മോനെ നല്ല ആംബിയൻസും നല്ല പീസ്ഫുൾ വൈബുള്ള ഒരു കഫേ ആണ് കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ വന്ന് കഴിക്കുന്നത്. പിന്നെ ഇതാ ഈ ഇരിക്കുന്ന സാധനം, ഇത് ഷുഗർ കട്ടാന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ ഷുഗർ അല്ലാത്തൊരു സാധനം ഇപ്പൊ കഴിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അവള് ഷുഗർ കട്ടാവാൻ കാര്യമുണ്ട്, അവള് ചായയിൽ മാത്രം ഷുഗർ കട്ടാ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച്. പക്ഷേ ഈ അദൂസിനെ അറിയാം, ഞാൻ ഓളെ കാണാനല്ല വന്നത്, ഞാൻ അവിടുത്തെ റംബൂട്ടാൻ കണ്ടിട്ടാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഇതേ ടൈമിൽ ഒരു കവർ നിറച്ച് റംബൂട്ടാൻ കൊണ്ടുപോയ ആളാണ് ഞാൻ. ഇവിടെ ഒരു വീടുണ്ടോ, ഈ വീടിന്റെ ചുറ്റുള്ള വീട്ടിലും ഫുൾ റംബൂട്ടാനാണ്. ഞാൻ എങ്ങാനാവണം ഇവിടെ ഫുള്ള് ഞാൻ തിന്നിർത്തുണ്ട്. പിന്നെ റംബൂട്ടാൻ കഴിച്ചാൽ ഇപ്പൊ വരുന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ഇതല്ലാണ്ട് വേറെ നിവർത്തിയില്ല ഗൈസ്. അങ്ങനെ പിന്നെ വീടിന്റെ ചുറ്റും നോക്കി, അവളെ റൂമിന്റെ സൈഡിലേക്കൊക്കെ നോക്കിയാലോ റംബൂട്ടാൻ, അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വന്നു. അങ്ങനെ പിന്നെ കഴിഞ്ഞപ്പോൾ ആ ദിവസം നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ താഴോട്ട് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ നിർബന്ധിച്ച വ്യക്തിയാണിത്. അപ്പൊ ഞാൻ എടുത്തപ്പോൾ ഓള് പോസ്റ്റ് ഇടുന്നത് കണ്ടില്ലേ. പിന്നെ നല്ല അടിപൊളി മന്തിയൊക്കെ പാസ്സാക്കി, അങ്ങനെ വയറൊക്കെ ഫുള്ള് ദമ്മാക്കി. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട് ആ ദിവസം എന്താ കാണിക്കാത്തതെന്ന്. ഓള് നമ്മൾ വന്നപ്പോൾ ഒരു വൃത്തിയായിട്ടോ കൊലത്തിലായിരുന്നു. അപ്പോൾ പറഞ്ഞ അങ്ങനത്തെ എന്റെ വീഡിയോ എങ്ങാട്ടാ ഞാൻ കൊന്നു കളയുന്നു. പോയത് 2 കാലിലാണ്, തിരിച്ചു വന്നത് 4 കാലിലാണ്. വെയ്യാണ്ടായി, ക്ഷീണം, BP എല്ലാമായി. പാവം എന്റെ കുട്ടി തളർന്നു പോയി. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അപ്പൊ കാണുന്നവരെ ടാറ്റാ.